السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أفضل رسل الله وآله وصحبه وعترته ومن والاه وبعد. അധ്യക്ഷനവറുകളെ, സഹോദരിമാരെ, സഹോദരന്മാരെ, ഈ പരിപാടിയിൽ സംബന്ധിക്കാൻ അവസരമുണ്ടായതിൽ വലിയ സന്തോഷമുണ്ട്. സാഹിത്യം, സംസ്കാരം സംബന്ധിച്ചാണ് ഈ സിംപോസിയം. സാഹിത്യത്തിലൂടെയാണ് സംസ്കാരങ്ങളെ നമ്മൾ പരിചയപ്പെടുന്നത്. നമ്മൾ ജീവിക്കുന്ന കാലത്ത് നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രവണതകളെ സ്വാംശീകരിക്കാനും അതിജയിക്കാനും നമ്മൾ ധാരാളമായി പഠിക്കേണ്ടതുണ്ട്. അതിജീവനത്തിൻ്റെ ചരിത്രം നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ചരിത്രം പഠിക്കുമ്പോൾ അതിന് വളരെ കൃത്യമായ ഒരു ലക്ഷ്യമുണ്ടാകേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആൻ ചരിത്ര പഠനം ഗുണപാഠം സ്വാംശീകരിക്കുന്നതിന് വേണ്ടിയാണ് എന്ന് പലയിടത്തും സൂചിപ്പിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ അഭിമുഖീകരിക്കുന്ന ജീവിത പ്രതിസന്ധികൾ, ഇത് പ്രതിസന്ധിയാണ് എന്ന് നമ്മുടെ മതം കലർന്ന ജീവിത വീക്ഷണത്തിൽ വിളിക്കുന്നതാണ്. ഈ പ്രതിസന്ധികളെ എങ്ങനെ അതിജയിക്കും എന്നത് നമ്മുടെ ഒക്കെ വലിയ ഒരു ചിന്താ വിഷയമാണ്. ഓരോ കാലത്തും ഇങ്ങനെ പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ കാലത്തുണ്ടായിട്ടുള്ള പ്രതിസന്ധി വലിയ പ്രതിസന്ധിയാണ് എന്ന് നമുക്ക് തോന്നുന്നു. ഗതകാലങ്ങളിലൊക്കെ ആളുകൾക്ക് സമൂഹങ്ങൾ അഭിമുഖീകരിച്ചിട്ടുള്ള പ്രതിസന്ധികളെയൊക്കെ അവർ വലിയ പ്രതിസന്ധിയായിട്ട് തന്നെയാണ് കണ്ടുപോന്നിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി മനുഷ്യന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകുമോ എന്ന കാര്യമാണ്. മനുഷ്യന്റെ പ്രവർത്തനങ്ങളെ, മനുഷ്യൻ ശരീരം കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളെ മെഷീൻ അനുകരിക്കാൻ തുടങ്ങി. അത് നമ്മളൊരു ആശ്വാസമായിട്ട് കരുതി. ഇനിയിപ്പോ മനുഷ്യൻ അവന്റെ ബുദ്ധി ഉപയോഗിച്ച് ചെയ്യുന്ന പ്രവർത്തനങ്ങളെയൊക്കെ യന്ത്രം ഏറ്റെടുക്കുന്ന ഒരു കാലം വന്നു എന്ന് നമ്മൾ പേടിക്കണം. ആ പേടി എല്ലാവർക്കും ഉണ്ടെങ്കിൽ കൂട്ടത്തിൽ കൂടി ഞങ്ങളും പേടിക്കുന്നേ എന്ന് കൂവാൻ നടക്കാതെ എന്താണ് കാര്യം എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുകയും അതിജീവനം സാധ്യമാണോ എന്ന് ഗവേഷണം നടത്തുകയും പിടിച്ചു നിൽക്കാൻ ഉറച്ച് തീരുമാനിക്കുകയും ചെയ്യേണ്ടതാണ്. ഞാൻ വിചാരിക്കുന്നില്ല ഈ പുതിയ കാലം ഉയർത്തുന്ന ഈ വെല്ലുവിളി മനുഷ്യനെ അപ്രസക്തനാക്കാൻ നടക്കുന്ന ശ്രമങ്ങൾ അത് നിലനിൽക്കുന്നില്ല, ഒരിക്കലും നിലനിൽക്കുകയില്ല. തമാശ കലർത്തി പറഞ്ഞാൽ ഒരു പക്ഷേ യന്ത്രങ്ങൾക്ക് ബുദ്ധി വെച്ച് ബുദ്ധിയുള്ള യന്ത്രങ്ങൾ, കൂടുതൽ ബുദ്ധിയുള്ള യന്ത്രങ്ങളെ ഉണ്ടാക്കി അങ്ങനെ ഒരു പുതിയ തലമുറ ഇവിടെ വന്നാൽ തന്നെ മന്ദബുദ്ധികളായ നമ്മളൊക്കെ അന്ന് ഇവിടെ ജീവിച്ചിരിക്കുമല്ലോ. നമുക്ക് സാഹിത്യവും കൾച്ചറും പിന്നെ ജീവിത വീക്ഷണവും ഈ ലോകവും പരലോകവും ഒക്കെ വേണ്ടതുണ്ട്. യന്ത്രങ്ങൾക്ക് ബുദ്ധി വെച്ച് യന്ത്രങ്ങൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ബൗദ്ധിക പ്രവർത്തനങ്ങളടക്കം ഏറ്റെടുത്ത് ചെയ്യുമെന്ന് വിചാരിച്ച് നമ്മൾ വിശ്വസിക്കുന്നത് പ്രകാരം നമ്മുടെ സംസ്കാര സമ്പന്നമായിട്ടുള്ള ജീവിതം, അമ്മയെയും പെങ്ങളെയും തിരിച്ചറിയുന്ന, അയൽക്കാരനെ തിരിച്ചറിയുന്ന, എല്ലാവരെയും ഓർത്ത് സ്രഷ്ടാവിനെ ഓർത്തില്ല എന്ന മഹാദുരന്തം അത് ഒഴിവാക്കുന്ന ഒരു ചിന്താരീതി, അത് എന്നും നമ്മൾ സംരക്ഷിക്കേണ്ടതാണെങ്കിൽ സംരക്ഷിക്കേണ്ടതായിട്ട് തന്നെ നിലകൊള്ളും.
ഇവിടെ എന്തൊക്കെയോ വിപ്ലവം നടന്നതുകൊണ്ട് നമുക്ക് ചെയ്യാനുള്ളത് ഇനി നമ്മൾ ചെയ്യേണ്ടതില്ല എന്ന് വരില്ല. അത് തീർച്ചയാണ്. ഒരു പക്ഷേ യന്ത്രം പലതും ഏറ്റെടുത്ത് ആരോ പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ വലിയ ലോക മുതലാളിമാരാരോ വാഗ്ദാനം ചെയ്യുന്നത് പോലെ നമുക്കൊക്കെ ലോകത്തെ ഏറ്റവും വലിയ വരുമാനം വെറുതെ കിട്ടുമെങ്കിൽ, ഭക്ഷണം കഴിക്കാൻ സമയമാകുമ്പോൾ ഭക്ഷണത്തിന് വേണ്ട വിഭവങ്ങളൊക്കെ കാശില്ലാതെ നമ്മുടെ മുന്നിലെത്തുമെങ്കിൽ അനുഭവിക്കാമെന്നല്ലാതെ മറ്റൊന്നും ഇവിടെ സംഭവിക്കാൻ പോണില്ല. നമ്മളൊക്കെ മനുഷ്യന്മാരാണ്. മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്ന് മതങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇസ്ലാം ഊന്നി പറഞ്ഞിട്ടുണ്ട്. ഇസ്ലാം അവകാശപ്പെടുന്നത്, നമ്മൾ വിശ്വസിക്കുന്നത് അങ്ങനെയുള്ള മൂല്യങ്ങളുടെ സമ്പൂർത്തീകരണമാണ് നമ്മൾ ഏറ്റെടുത്തിട്ടുള്ളത്. അതൊരു യാഥാർത്ഥ്യമാണ്. അതെങ്ങനെയാണ് വേണ്ടാതെയാകുന്നത്? മറ്റൊരു ജീവിതം, പരലോകമുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഇവിടെ എല്ലാം കൂടി AI കീഴടക്കിയാൽ പരലോകം എങ്ങോട്ട് പോകാനാണ്? അപ്പോ നമ്മൾ തിരിച്ചു വന്ന് നമ്മളെന്താണോ പഠിച്ചിട്ടുള്ളത്, എന്താണോ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് മനുഷ്യൻ പഠിച്ചു പോന്നിട്ടുള്ളത്, അതൊക്കെ വലിച്ചെറിഞ്ഞ് ചുരുട്ടിക്കെട്ടാൻ സമയമായിട്ടില്ല. നമ്മൾ മുന്നോട്ട് പോകേണ്ടത്, നമ്മൾ സംരക്ഷിക്കേണ്ടത് നമ്മൾ തന്നെ സംരക്ഷിക്കണം. നമ്മുടെ സംസ്കാരം സംരക്ഷിക്കണം. നമ്മുടെ ചിന്തയും ബോധവും നമ്മൾ നല്ല രീതിയിൽ പരിചരിച്ച് അതിനെ പരിപോഷിപ്പിക്കേണ്ടത്. അതിനൊക്കെ വേണ്ടിയാണ് നമ്മൾ നടക്കുന്നത്. അതിൻ്റെയൊക്കെ ഭാഗമാണ് ഇതൊക്കെ. ഇതിൻ്റെയൊക്കെ ആത്മാവ് കൂടുതൽ സ്വാംശീകരിക്കാൻ നമുക്ക് പറ്റണം. അത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ നമുക്ക് പറ്റണം. നമ്മൾ ഉരുകിപ്പോകാൻ പാടില്ല. നമ്മളുടെ സ്വത്വം നഷ്ടപ്പെടുത്തി ഇഴുകിച്ചേരാനും പാടില്ല. അതൊക്കെ നമ്മുടെ തനത് കാഴ്ചപ്പാടുകളും നിലപാടുകളുമാണ്. അടിവേരുകളുള്ള നിലപാടുകളാണ്. ദൈവസിദ്ധമായിട്ടുള്ള തിരിച്ചറിവുകളാണ്. അതൊക്കെ നമുക്ക് ധാരാളം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.